ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കടലയ്ക്ക് നമ്മൾ നേരത്തെ തലേന്ന് തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം മാഗിയുടെ ചിക്കൻ ക്യൂബ് ആവശ്യമുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, 2 സവാള അരിഞ്ഞത്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയ്ക്ക നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് സവാളയും തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, കല്ലുപ്പ്, പാകത്തിന് വെള്ളം നിരപ്പിന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത് 7-8 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് അടിച്ചു മാറ്റി വെക്കണം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ഇളക്കാം. ഇനി ഇതിൻ്റെ നിറം മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റണം. ഇതിനി വഴണ്ട് വന്ന് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ മസാലയൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരിപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കടല വെന്തോന്ന് നോക്കാം. കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കടലയും അതിൻ്റെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത കടലയും കൂടി നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കടലയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും. ഇളക്കി കൊടുക്കുക. കടലയ്ക്ക് വേവിച്ച വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ പരുവത്തിന് മതി. ഇപ്പോൾ നമ്മുടെ കടലയ്ക്കൊക്കെ നല്ല പാകത്തിന് വെന്ത് തേങ്ങാക്കൊത്തും ഇതൊക്കെ ഇട്ട് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഡെയിലി റെസിപ്പീസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്